ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് എയർ പ്യൂണിംഗ് പോട്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ പോട്ട്സ് ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയും പിന്നെ എയർ പ്യൂണിംഗ് പോട്ട്സിനെ പറ്റി പറയാൻ വേണ്ടിയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാനിത് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ കട്ടപ്പനയിലുള്ള ബിജുചേട്ടൻ്റെ മെറിക്കൽ ഫാം ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ വഴി വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പോട്ട്സ് എല്ലാം ഓർഡർ ചെയ്തത്. ഇനി ഈ പോട്ട്സിൻ്റെ ഏതൊക്കെയാണെന്നും നമ്മൾ വാങ്ങിയത് ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കൊറിയർ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് DTDC കൊറിയർ സർവീസ് വഴിയാണ് നമുക്ക് പോട്ട്സുകളൊക്കെ അയച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോട്ട്സിൽ ഇത് ഇളക്കിയിട്ട് നമുക്ക് ഏതൊക്കെ പോട്ട്സുകളാണ് വന്നിരിക്കുന്നതെന്ന് കാണാം. നമുക്ക് ഈ ഒരു രീതിയിലാണ് എയർ പ്യൂണിംഗ് പോട്ട്സ് വന്നിരിക്കുന്നത്. പോട്ടും ബേസും സ്ക്രൂവും എല്ലാം സെപ്പറേറ്റ് ഇട്ട് ഈ ഒരു രീതിയിലാണ് അവർ കൊറിയർ അയച്ചിരിക്കുന്നത്. കൊറിയർ അയക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ അയക്കുന്നത്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ് നടാനുള്ള 1422-ൻ്റെ 5 പോട്ടും 12-7-ൻ്റെ 3 പോട്ടുമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോട്ട് എങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ബേസ് എടുത്ത് നടുക്ക് വെക്കുക. നമ്മുടെ ആ ഷീറ്റിൻ്റെ ഒരു ഷീറ്റ് എടുത്ത് അതിലെ നടുക്കോട്ട് വെക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകംഭാഗവും പുറം ഭാഗവും നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റഫായിട്ടുള്ളതും പുറത്തോട്ട് തള്ളിയിരിക്കുന്നതുമായിട്ടുള്ള ഭാഗം പുറത്ത് വരണം. എന്നിട്ട് ഈ ഷീറ്റിൻ്റെ 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷീറ്റ് നമ്മൾ 3 സ്ക്രൂ ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൈകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ എയർ പ്യൂണിംഗ് പോട്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ തറയിൽ നടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം വളർച്ചയിലെത്തിയതിന് ശേഷമാണ് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ എയർ പ്യൂണിംഗ് പോട്ട്സിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ റൂട്ടാണെങ്കിൽ ഇതിൻ്റെ ഹോളുകളിലേക്ക് ചെന്ന് ഇത് എയർ പ്യൂണിംഗ് നടന്ന് മൾട്ടി റൂട്ടുകൾ ഉണ്ടാകുന്നു. അതുമൂലം നമുക്ക് ഈ ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾ ചുറ്റിപ്പിണങ്ങി കിടക്കുന്ന ആ ഒരവസ്ഥയൊന്നും ഇതിനുണ്ടാവുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ പോട്ട് തന്നെ അതിനെ ഈ ഒരു പ്ലാന്റിനെ അതിൻ്റെ മാക്സിമം വളർച്ചയിൽ എത്തിയെന്ന് വിശ്വസിപ്പിച്ച് അതിൽ പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എയർ പ്യൂണിംഗ് പോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾക്ക് പെട്ടെന്ന് കായകൾ ഉണ്ടാകുന്നത്. നമ്മൾ തറയിൽ വെക്കുന്നതിനേക്കാട്ട് കൂടുതലൊരു വളർച്ചയും ഇതിന് കാണിക്കും. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് ഒരുപാട് വലുതായെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പോട്ടിൻ്റെ തന്നെ വലിയ പോട്ടുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് ഇളക്കിയിട്ട് ആ വലിയ പോട്ട് ഇതിനകത്തോട്ട് വെച്ച് ഫിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഇതിൻ്റെ ഇതേ അളവിലുള്ള പോട്ട് മേടിച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ പോട്ടിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൂടുതലായി അടിച്ചാൽ ഈ പോട്ട് പൊടിഞ്ഞു പോകുന്നതായിട്ട് ഓരോരുത്തർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ പോട്ട് മേടിക്കുക. നല്ല ക്വാളിറ്റിയുള്ള പോട്ട്സ് വേണം നമ്മൾ എയർ പ്യൂണിംഗ് പോട്ട്സ് മേടിക്കാനായിട്ട്. നമുക്കിതിൽ നല്ല വില കുറച്ചൊക്കെ ആമസോണിലായാലും പലയിടത്തും നല്ല വില കുറച്ച് കിട്ടുന്നുണ്ട്. ഈ വില കുറച്ച് കിട്ടുന്നതിനൊന്നും ക്വാളിറ്റി കാണത്തില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ഡ്രമ്മിലൊക്കെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മൾ ഈ എയർ പ്യൂണിംഗ് പോട്ട്സ് ആണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യിക്കാൻ വളരെ പാടാണ്. അങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നശിച്ചു പോകാനും അതുപോലെ തന്നെ ഈ എയർ പ്യൂണിംഗ് പോട്ട് നശിച്ചു പോകാനൊക്കെ ഇടയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. നമ്മളാണെങ്കിൽ അത് പിന്നീട് നമ്മളൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത് അവിടെ വേണം നമ്മൾ എയർ പ്യൂണിംഗ് പോട്ട് വെക്കാനായിട്ട്. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോട്ടിലൊക്കെ വെക്കുന്ന ചെടികളാണെങ്കിലും ഡ്രമ്മിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇത് പക്ഷേ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്.
ഇവരുടെ എയർ ട്യൂണിംഗ് പോട്ട്സുകളെല്ലാം വളരെ നല്ല ക്വാളിറ്റിയുള്ള പോട്ട്സുകളാണ്. ഇതുപോലെ ദാണ്ടെ എടുത്ത് എറിഞ്ഞിട്ട് പോലും ഒരു പ്രശ്നവും പറ്റാത്ത വളരെ നല്ല ഒരു പോട്ട്സുകളാണ് ഇവർ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പോട്ട്സുകളൊക്കെ മേടിക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇവരുടെ നമ്പർ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവരുടെ നമ്പർ കൊടുത്തിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മെറിക്കൽ ഫാം ഹൗസ് എന്ന യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട്. അതിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ട്യൂണിംഗ് പോട്ടിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും അവർ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മൾ വാങ്ങിയ പോട്ട്സിൻ്റെ റേറ്റും കാര്യങ്ങളും കാണാം. എയർ ട്യൂണിംഗ് പോട്ട് 1422ൻ്റെത് 5 പോട്ട് നമ്മൾ വാങ്ങിയിരുന്നു. അതിന് നമുക്ക് ഒരു പോട്ടിന് 380 രൂപ വെച്ചാണ് ആയത്. പിന്നെ 12/7ൻ്റെ 3 പോട്ട് അതിന് 180 രൂപയാണ് ആയത്. ടോട്ടലിന് നമുക്ക് 2400 രൂപയായി. 200 രൂപ അതിനകത്ത് വന്നിരിക്കുന്നത് കൊറിയർ ചാർജാണ്. എല്ലാം കൂടെ ടോട്ടൽ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 2400 രൂപയായി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.